കുറേ ആയില്ലേ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട്. അപ്പോൾ അതേ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എനിക്കൊരാൾ കാപ്പി കൊണ്ടുവന്ന് തരുന്ന, കപ്പ വറുത്തത് പാത്രത്തിൽ തരുന്ന, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയില്ലേ നമ്മളിന്ന് എവിടെയോ ഗസ്റ്റായിട്ട് ചെന്നിരിക്കുകയാണെന്ന്. അതെ, ഞാനിന്ന് എൻ്റെ അനിയത്തിയുടെ വീട്ടിലാണ് കേട്ടോ. ചുമ്മാ വന്നതാണ്. ഉമ്മയും വാപ്പയും വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇന്ന് ഇവിടെയാണ് കേട്ടോ നിന്നത്. അപ്പോൾ രാത്രി ദിവസമായിരുന്നു, നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ദേ നമ്മൾ രാവിലത്തേക്കുള്ള ഫുഡ് അനിയത്തി സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പുള്ളി പണ്ട് വലിയ കുക്കൊന്നും അല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ ഭയങ്കര കുക്കാണ്. ഭയങ്കര സ്പെഷ്യൽസ് ഉണ്ടാക്കും, അതും ഭയങ്കര സ്പീഡിലുണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇന്നലെ കക്കാർച്ചിയും കപ്പയും ചിക്കനും പൊറോട്ടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ നല്ല പൂ പോലത്തെ പാലപ്പവും വെജിറ്റബിൾ സ്റ്റൂ ആണ് കേട്ടോ. അപ്പോൾ അനിയത്തി അപ്പം ചുരുണ്ടപ്പോഴേക്കും ഒരാൾക്ക് ഭയങ്കര മോഹം. പണ്ട് ഞാൻ മണ്ണഞ്ചേരിയിലായിരുന്നപ്പോൾ ജമാലിക്കയുടെ കടയിൽ പോയി രാവിലെ ചൂടപ്പത്തിൽ ഇതുപോലെ പഞ്ചസാരയൊക്കെ ഇട്ട് കഴിക്കുമായിരുന്നു സുബീക്ക് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അതേ ഹനിയ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ, വേറെ ആരും എഴുന്നേറ്റിട്ടില്ല. അപ്പം ഫുഡ് കഴിച്ചിട്ട് ഉമ്മിക്കും വാപ്പിക്കും പോകണം, എനിക്കും തിരിച്ചങ്ങോട്ട് പോകണം, കാരണം നോട്ട് ചെയ്യാൻ പോകണ്ടേ. അപ്പോൾ ദേ ഫറ എഴുന്നേറ്റ് വന്ന് മിസ്സുക്കുട്ടൻ കട്ടിൽ ചുരുണ്ട് കൂടുന്നുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് തിരിച്ച് പോയിട്ട് വേണം എനിക്ക് പോയി ഓട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവരിവിടെ നിർത്തിയിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത്. ഇങ്ങനെ അനിയത്തി അടുത്തുള്ളതുകൊണ്ട് ചില സമയത്തൊക്കെ നല്ല ഉപകാരമാണ് കേട്ടോ. ഞാൻ അങ്ങനെ വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഔട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇവിടെ അടുത്തൊരു മദ്രസയിലാണ് കേട്ടോ ഔട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഡ്രസ്സ് മീഷോയാണ്, ലിങ്ക് വേണമെങ്കിൽ തരാം കേട്ടോ, കമൻറ്റ് കിട്ടോ. അപ്പോൾ ഞാനോർത്ത് അവിടെ ഭയങ്കര തിരക്കായിരിക്കുമെന്ന്. അങ്ങനെ ഓട്ടോസ് ഐ ഡി എടുത്ത് അവിടെ ചെന്നപ്പോഴേക്കും ഭാഗ്യത്തിന് ആൾ കുറവായിരുന്നു. ഒരു 11 മണി സമയമാണ് കേട്ടോ. അങ്ങനെ ഓട്ടൊക്കെ ചെയ്ത് തിരിച്ച് ദേ അവിടെ കയറി ഒരു ഫ്രഷ് ലൈമൊക്കെ കുടിച്ച് അനിയത്തിയുടെ വീട്ടിൽ പോയി പിള്ളേരെ എടുത്തുകൊണ്ട് വരട്ടെ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.